സ്ഥലത്തെത്തുന്നു. നിലവിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുണ്ട്, സംസ്ഥാന ദുരന്ത നിവാരണ സേനയുണ്ട്, പോലീസ് സംവിധാനമുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. ഇതിന് പുറമെ സൈനിക സംഘം കൂടി കളത്തിലിറങ്ങുന്നു, രക്ഷാപ്രവർത്തനം നടത്തുന്നു. നേരത്തെ തന്നെ നേവിയുടെ സഹായത്തോടു കൂടി നദിയിലിറങ്ങിയുള്ള പരിശോധന നടന്നിരുന്നു. പക്ഷേ കാര്യമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ മണ്ണിനടിയിൽ മണ്ണ് നീക്കൽ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗത്ത് ദുരന്തമുഖത്ത് സൈന്യം കൂടി എത്തുകയാണ്. അവിടെ രക്ഷാപ്രവർത്തനം വളരെ വേഗം കൈവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ കുടുംബത്തിനടക്കം വലിയ ആശ്വാസമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഈ കോഴിക്കോട്ടെ ആ കുടുംബം, സൈനിക സംഘം സ്ഥലത്തിൽ കളത്തിലിറങ്ങുന്നത് കാത്തിരിക്കുകയാണ്. മാധ്യമങ്ങളൊക്കെ പലവട്ടം കുടുംബത്തിന്റെ പ്രതികരണം തേടിയെങ്കിലും ഇനി ഞങ്ങൾ ഇപ്പോൾ പ്രതികരിക്കാനില്ല, മറിച്ച് ഞങ്ങളുടെ ആവശ്യപ്രകാരം അവിടെ സൈന്യം എത്തട്ടെ, കരസേന കളത്തിൽ ഇറങ്ങട്ടെ, അതിനുശേഷം പ്രതികരിക്കാമെന്നതായിരുന്നു അവരുടെ നിലപാട്. എന്തായാലും വളരെ വേഗത്തിൽ നടപടികൾ ഉണ്ടാവുന്നു. ഇന്നലെ കുടുംബം പ്രധാനമന്ത്രിക്ക് ഇമെയിൽ അയക്കുന്നു, മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നു. അങ്ങനെ വേഗത്തിൽ കുടുംബത്തിന് ചില ആവശ്യങ്ങളുണ്ടായിരുന്നു, അത് ഫലം കാണുന്നു. വേഗത്തിൽ ഇപ്പോൾ ഈ ബലഗാവിയിൽ നിന്നുള്ള സൈനിക യൂണിറ്റിൽ നിന്നുള്ള 40 അംഗ സംഘമാണ് അവിടേക്ക് എത്തുന്നത്. അതിൻ്റെ ആദ്യ യൂണിറ്റാണ്, ആദ്യ വാഹനം സൈനിക സംഘത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വേഗത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം ആ മണ്ണുമാറ്റൽ, ഒപ്പം ലോറി കണ്ടെടുക്കൽ, ആ നടപടികൾക്ക് വേഗം കൈവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. യെസ് ബൈജു, ഈ കരസേന സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞു. നിങ്ങളെ ഉള്ളിലേക്ക് പ്രവേശിച്ചോ? നിങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുകയാണോ? സൈത്തെ, നമ്മളെ തൊട്ട് സമീപത്തായതുകൊണ്ട് ഈ കരസേന ഇതിന്റെ അകത്തേക്കാണ് ആദ്യ സംഘം പോയത്. ഈ വിശദമായി പരിശോധിക്കാൻ എത്തിയ ഒരു സംഘമാണ്. ആ ഒരു ജീപ്പിലാണ് അവർ എത്തിയത്. ഇതിന് പുറകെ മറ്റു വാഹനങ്ങളിലായി എല്ലാ സജ്ജീകരണങ്ങളും കൊണ്ടുള്ള സംഘം എത്താറുണ്ട്. ആദ്യ സംഘമാണ് ഇപ്പോൾ ഇത്തരത്തിൽ സൈന്യത്തിന്റെ ആദ്യ സംഘമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അവർ വിശദമായ പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് സമീപം തൊട്ടടുത്തായി തന്നെ നമ്മളുണ്ട്. നമ്മുടെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയത്തിനകം നമുക്ക് നൽകാനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ആ സ്ഥലത്ത് ഇപ്പോൾ അവരുടെ പരിശോധന നടക്കുന്നുണ്ട്. അവരുടെ വലിയ സംഘം, മറ്റു സംഘം 40 അംഗ സംഘം തൊട്ടുപിറകിൽ വലിയ വാഹനത്തിൽ അവർ ആധുനിക സൗകര്യ സജ്ജീകരണങ്ങളോടെ എത്തുന്നുണ്ടെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വൈകാതെ തന്നെ മുഖ്യമന്ത്രിയും അല്പസമയത്തിനകം ഈ സ്ഥലത്ത് എത്തുന്നുണ്ട്. ഏതായാലും വലിയ പ്രതീക്ഷ പകരുന്ന സമയമാണ്. ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. വളരെ പെട്ടെന്ന് തന്നെ രാത്രിയും പകലും ഒന്നില്ലാതെ തെരച്ചിൽ നടത്തണമെന്ന നേരത്തെ തന്നെ ആവശ്യമുണ്ടായിരുന്നു. അത്തരത്തിൽ ഇന്ന് രാത്രി മുഴുവൻ തെരച്ചിൽ നടത്തിയാലും ഇതിന് ഒരു തീരുമാനം ഉണ്ടാകണം. അത്തരത്തിൽ ഈ വാഹനം കണ്ടെത്തണം, അർജുനെ കണ്ടെത്തണം. ഒപ്പം 2 പേർ, ഈ പ്രദേശവാസികളെ 2 പേരെ കാണാതായിട്ടുണ്ട്. ഇതേ മണ്ണിനടിയിൽ തന്നെ അവരുമുണ്ട്, അവരെയും കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഈ തെരച്ചിലൊക്കെ നടക്കേണ്ടതുണ്ട്. അത് ഊർജ്ജമാകുന്ന രീതിയിലാണ്. നമുക്കിപ്പോൾ രണ്ടാമത്തെ വാഹനം കൂടി ഇപ്പോൾ വലിയ ഒരു വാഹനം തന്നെ, സൈന്യത്തിന്റെ വലിയൊരു വാഹനം തന്നെ നമുക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. അല്പസമയത്തിന് ദൃശ്യം നമുക്ക് നൽകാനാവും. ആ വാഹനം എത്തിയിരിക്കുന്നു, മുഴുവൻ സംവിധാനങ്ങളും എത്തിയിരിക്കുന്നു. സൈറ്റ് ദൃശ്യം നമുക്ക് ഉടൻ തന്നെ നമുക്ക് നൽകാനാകും. അവരുടെ വലിയ ടീമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 2 ലോറിയും 2 ജീപ്പുമായാണ് ഇപ്പോൾ മിലിറ്ററി സംഘം ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും സൈന്യത്തിന് വീണ്ടും ഒരു വാഹനം, 3 വാഹനമുണ്ട്. ഏതായാലും 40 അംഗ സംഘം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നൽകാനാവും. ഏതായാലും സൈന്യത്തിന്റെ മുഴുവൻ സേവനവും ഇവിടെ ഇപ്പോൾ സജ്ജമായിരിക്കുന്നു. യെസ്, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി രക്ഷാ ദൗത്യം ഏറ്റെടുക്കുന്നത് കരസേനയാണ്, നമ്മുടെ ആർമി വിഭാഗമാണ്, സൈനിക വിഭാഗമാണ്. ഇത്തരം ദുരന്തമുഖരങ്ങളിൽ നിരന്തരമായി ഇടപെട്ട് പരിചയപ്പെട്ട സൈനിക സംഘത്തിന് രക്ഷാപ്രവർത്തനം അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനാകും എന്നതാണ് പ്രതീക്ഷ. നമുക്കറിയാം, നമ്മുടെ രാജ്യം നേരിടുന്ന പല പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് കരുത്ത് പകരാറുള്ളത് സൈന്യമാണ്. അവസാനം ഒടുവിൽ നമ്മൾ സഹായം തേടിയെത്തുന്നത് സൈന്യത്തിലേക്കാണ്, നമ്മുടെ ഫോഴ്സിലേക്കാണ്. അവർക്ക് നമുക്ക് രക്ഷയാവുന്നു. അങ്ങനെ ഇന്നലത്തെ ആ ഇടപെടലുകളൊക്കെ ഫലം കാണുന്നു. ഇപ്പോൾ അവിടെ സർവ്വസജ്ജമായ സൈനിക സംഘം എത്തിയിരിക്കുന്നു. അവരുടെ ശാസ്ത്രീയ പരിശോധന, അതിനുള്ള സംവിധാനങ്ങളെല്ലാം സജ്ജമാക്കിക്കൊണ്ടുള്ള 40 അംഗ സംഘം അവിടെ എത്തുന്നു. വലിയ വാഹനത്തിൽ, വലിയ സജ്ജീകരണങ്ങളുമായി. ഇനിയുള്ള മിനിറ്റുകൾ തന്നെ നിർണായകമായി മാറുന്നു എന്നതാണ്. ആ സ്ഥലത്തിൻ്റെ ഒരു സങ്കീർണാവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ അപകടത്തിന് ഇത്ര കണ്ട് വ്യാപ്തി ഉണ്ടാക്കിയത്. ഒരുപക്ഷെ ആരും ഈ അപകടമുണ്ടായപ്പോൾ ആദ്യം പ്രതീക്ഷിച്ചില്ല ഇത്ര വലിയൊരു ദുരന്തമായി അത് മാറുമെന്നത്.